തൃക്കരിപ്പൂർ തലിച്ചാലം കമ്മ്യൂണിറ്റി ഹാൾ ഡോക്ടർ ബി.ആർ. അംബേദ്കർ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലൈബ്രറി സംവിധാനമൊരുക്കുന്നതിന്റെ ഭാഗമായി പുസ്തകങ്ങളും അലമാരയും നൽകി. കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C.M. മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേർന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. Forever shine. ₹1,50,000 പുസ്തകങ്ങളും അലമാരയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിലാണ് അനുവദിച്ചത്. സാഹിത്യം, ബാലസാഹിത്യം ഉൾപ്പെടെ 634 പുസ്തകങ്ങളാണ് വായനശാലയ്ക്ക് പദ്ധതിയിലൂടെ ലഭിച്ചത്. കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C.M. മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ആളാ വായിപ്പിക്കണം. ജൂൺ 19 വായനാ ദിനത്തിൽ അതിനൊരു തുടക്കം കുറിക്കാൻ ഈ ലൈബ്രറിക്ക് കഴിയണം. അതിന്റെ പത്രവാർത്തയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് പിന്നെ 19 ഒരുപാട് പരിപാടികൾ വെക്കാം. ഒരാഴ്ച അവർക്ക് കൊടുക്കുന്ന പുസ്തകത്തിന്റെ വായനാ കുറിപ്പ് തയ്യാറാക്കാൻ പറയാം, അല്ലേ? നല്ല കഥാപാത്രങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി പറയാം. വായിച്ച കഥകളെ ചിത്രം വരക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടം. വായിച്ചു കുറിപ്പൊന്നും എഴുതാൻ താല്പര്യമില്ലേ? വായിച്ച കാര്യങ്ങളെ എന്ത് ചെയ്യാം, ചിത്രീകരിക്കാം, അല്ലേ? ആ ചിത്രീകരിച്ചവയെ നല്ല നിറം കൊടുത്ത് ഭംഗിയാക്കാം. ചെറിയ ഓരോ കടലാസ് പെൻസിലും അവർക്ക് എന്ത് ചെയ്യണം, സമ്മാനമായി കൊടുത്തുകൊണ്ട് ആ വായനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏറ്റവും നന്നായി മുന്നോട്ട് പോകണം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം TV. ഹരീഷ്, ലൈബ്രറി കൗൺസിൽ താലൂക്ക് നിർവാഹക സമിതി അംഗം V.K. രതീശൻ, അംബേദ്കർ ഗ്രന്ഥാലയം പ്രസിഡന്റ് P. വസന്തൻ, ചൈതന്യ ക്ലബ്ബ് പ്രസിഡന്റ് P. ബാലകൃഷ്ണൻ, M. കവിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.